ഹായ്, കുറച്ച് ദിവസമായി നമ്മുടെ എഞ്ചിനീയറിംഗ് മാത്സിൻ്റെ വീഡിയോസ് ചെയ്ത് തുടങ്ങിയിട്ടില്ലേ? അതായത് ചെയ്യാണ്ടിരുന്നിട്ട് കാരണം ഞാൻ പോളിടെക്നിക്കിലെ വർക്ക് ചെയ്യണേ ജസ്റ്റായിട്ട്. അപ്പോൾ പിന്നെ അവരുടെ വീഡിയോസ് ചെയ്യേണ്ട തിരക്കായിരുന്നു. അപ്പോൾ അവരുടെ ഒരു 3 യൂണിറ്റോളം കംപ്ലീറ്റ് ആയി. ഇനി ഒരു മോഡ്യൂൾ കൂടെ ഉള്ളൂ. അത് ഫസ്റ്റ് മോഡ്യൂൾ ആയതുകൊണ്ട് ഇനി അതൊക്കെ എല്ലാ കോളേജിലും എടുത്തതായിരിക്കും. അതുകൊണ്ട് ഞാനൊരു അവസാനം എടുക്കുന്നുള്ളൂ. സോ നമുക്ക് ഇനി എഞ്ചിനീയറിംഗ് കുറച്ച് ദിവസം എഞ്ചിനീയറിംഗ് പഠിക്കാം. സോ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു, സാധാരണ തന്നെ വീഡിയോസ് ഇടാത്തതെന്ന് ചോദിച്ചിട്ട്. കുഴപ്പമില്ല, ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എന്താ പറയുക, മാർക്കർ ഇല്ല. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ലോക്ക്ഡൗൺ ആയിപ്പോയി. തൊട്ടടുത്തുള്ള കടകളിലൊന്നും നമ്മുടെ വൈറ്റ് ബോർഡിൻ്റെ മാർക്കർ കിട്ടാനില്ല. ഇന്നൊക്കെ ഞാൻ ഒരു മാർക്കർ പോയി വാങ്ങിച്ചു, പക്ഷെ അതൊന്നും ക്ലാരിറ്റി വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്കും കിട്ടാനില്ല. അതുകൊണ്ടായിരുന്നു കേട്ടോ കുറച്ചൊക്കെ ലാഗായിട്ട്. കാരണം ഈ വലിയ നമ്മുടെ S4ൻ്റെ മാത്സിൽ അറിയാം, എല്ലാ പ്രോബ്ലം വലിയ പ്രോബ്ലംസാണ്. എന്താ പറയുക അല്ലേ, എങ്ങനെയും കുഴപ്പമില്ല, എന്തായാലും നന്നായി നോക്കുക. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ റാൻഡം പ്രോസസ്സർക്ക് എന്താ പറയുക കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. WSSൻ്റെ പ്രോബ്ലം നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ അതിൽ WSS ആകാനുള്ള പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള കണ്ടീഷൻ നമ്മൾ ഒരു 3 പ്രോബ്ലം ഞാൻ ചെയ്തിരുന്നു. ഒന്നാമത്തത് WSS ആവുള്ള കണ്ടീഷനാണ് എക്സ്പെക്ടേഷൻ ഓഫ് x of t equal to കോൺസ്റ്റന്റ് എന്ന് തെളിയിക്കണം. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ എന്തായിരുന്നു, ഓട്ടോ കോറിലേഷൻ RXS ഓഫ് T1 T2 അതിൻ്റെ വാല്യൂ ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് T1 മൈനസ് T2 എന്നുള്ള പ്രോബ്ലം. നമ്മളൊരു 3 പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കി. പക്ഷെ അതിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ മാത്രമല്ല, ആ ക്വസ്റ്റ്യനൊക്കെ ഞാൻ പറഞ്ഞിരുന്ന ഓരോന്നിനും ഓരോ ഹിൻഡ് വെച്ചിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ അത്ര ഇൻ്റഗ്രേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെറിയ സ്റ്റെപ്പ് മാത്രമേ യൂസ് ചെയ്തിരുന്നുള്ളൂ. എക്സ്പെക്റ്റേഷനൊക്കെ വേറെ രീതിയിലാണ് കണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, എക്സ്പെക്റ്റേഷൻ നമ്മൾ ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ചുകൊണ്ട്, അതായത് അതിൻ്റെ ഡെഫിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ടൈപ്പ് പ്രോബ്ലമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ്: ഷോ ദാറ്റ് ദ റാൻഡം പ്രോസസ് x of t equal to a cos omega t plus theta. കോസിൻ്റെ ഉള്ളിലാണ് omega t plus theta is WSS. അത് WSS ആണ് പ്രൂവ് ചെയ്യണം. അതിനൊരു ഹിന്റ് അവർ പറയുന്നത് ഇതാണ്: A and B are constants. എയും ബിയും എന്താണ്, കോൺസ്റ്റൻസ് ആണ്. ആൻഡ് തീറ്റ ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾ ഇൻ ദ ഇന്റർവൽ 0 to 2π. ഇങ്ങനെ തരുന്ന ക്വസ്റ്റ്യനിൽ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെക്ടേഷൻ എങ്ങനെ പ്രോബ്ലം സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് x of t യുടെ ഡെഫിനിഷൻ ഉണ്ട്, അതിൻ്റെ യൂസ് ചെയ്ത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഈ മോഡൽ എല്ലാ പ്രോബ്ലത്തിലും ഈ കാര്യം പ്രത്യേകിച്ച് പറയും: തീറ്റ ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റർവെൽ തന്നിട്ടുണ്ടായിരിക്കും. അതെന്താണെന്നറിയോ, എല്ലാ പ്രോബ്ലത്തിലും ഉണ്ട് കേട്ടോ. അതായത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണേ. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിലുള്ളതാണ്. ഞാൻ അത് ഇന്ന് തന്നെ മിക്കുന്ന ഫസ്റ്റ് മോഡ്യൂളിൻ്റെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് മോഡ്യൂളിലുണ്ട് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുല എന്താണെന്നറിയോ, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലം ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ഇൻ്റർവെൽ എന്ന് പറഞ്ഞിട്ട് AB എന്ന് പറഞ്ഞൊരു ഇൻ്റർവെൽ തരും. ആ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ തന്നെ അതാണ് f of theta ഈക്വൽ ടു കാണാനുള്ള ഫോർമുല 1/b മൈനസ് a എന്നാണ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുല എന്താണ്, f of theta ഈക്വൽ ടു 1/b മൈനസ് a. അപ്പോൾ ഈ മോഡലുള്ള എല്ലാ പ്രോബ്ലത്തിലും ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും തീറ്റ ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞാൽ മതിയല്ലോ, ഒരു ഫോർമുല കൂടി പറഞ്ഞിട്ട് ചെയ്യാം. ഈ പ്രോബ്ലത്തിൽ നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് x of t കാണാൻ പോകുന്നുണ്ട്. ഓക്കെ, അതിന് നമ്മൾ കഴിഞ്ഞതിലൊക്കെ ഡയറക്റ്റ് E ഓഫ് കൊടുക്കരുത്. ഇവിടെ അങ്ങനെയല്ല. എക്സ്പെക്ടേഷൻ ഓഫ് x of t, എക്സ്പെക്ടേഷൻ്റെ ഉള്ളിൽ എന്ത് വന്നാലും അതിന് ഫോർമുല ഉണ്ട്, ഇന്റഗ്രൽ -∞. അത് ചുമ്മാ പറയുന്നതാണ്. എന്താണോ ക്വസ്റ്റ്യനിൽ തരുന്ന ലിമിറ്റ് അത് കൊടുക്കുക. ഇവിടെ 0 to 2π അല്ലേ, അപ്പോൾ അതാണ് കൊടുക്കേണ്ടത്. ജനറൽ ആയിട്ട് ഞാൻ -∞ എഴുതി x of t into f of theta dθ. ഇതാണ് എക്സ്പെക്ടേഷൻ ഓഫ് x of t കാണാനുള്ള ഫോർമുല. ഇപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് x² എന്ന് പറഞ്ഞാൽ ഇതിൽ x² വരും. അതായത് ഇതിൻ്റെ ഉള്ളിൽ എന്ത് വന്നാലും അതേ ഇൻറ്റു f of theta dθ. ഈ ഒരു ഇൻ്റഗ്രേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ചെയ്യേണ്ടി വരും കേട്ടോ. എക്സ്പെക്ടേഷൻ്റെ ഉള്ളിൽ എന്ത് വന്നാലും അതേ ഇൻറ്റു f of theta dθ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ സ്റ്റാർട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ആദ്യം തീറ്റനെ മെൻഷൻ ചെയ്യണം. ഇവിടെ എന്താണ്
theta is uniformly distributed in the interval AB. AB യുടെ ഇന്റർവെലിന് പകരം ഈ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന ഇന്റർവെൽ എത്രയാണ്? 0 to 2π. ഓരോ ക്വസ്റ്റിലും ഓരോന്നായിരിക്കും. -π to π എന്നോ അങ്ങനെ പല ഇന്റർവെൽ തരും. 0 to π അങ്ങനെ നമുക്ക് ഒരുപാട് ഇന്റർവെൽ തരും. ആ എക്കും ബിക്കും വാല്യൂ കൊടുക്കുക. അപ്പോൾ എന്താ വരിക? ഈക്വൽ ടു 1/2π മൈനസ് 0 ഈക്വൽ ടു 1/2π. ശ്രദ്ധിക്കുക, അതിന്റെ ലിമിറ്റ് എത്രയാണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. തീറ്റയുടെ ലിമിറ്റ് ഏത് മുതലാണ്? 0 മുതൽ 2π വരെ വരുമ്പോൾ ആ ഫംഗ്ഷൻ എഫ് ഓഫ് തീറ്റയുടെ ഫോർമുല ആദ്യം കണ്ടുവയ്ക്കുക. എത്രയാണ്? 1/2π. ഇനി നമുക്ക് പഴയ പോലെ സ്റ്റാർട്ട് ചെയ്യാം. എന്താ നമ്മുടെ കണ്ടീഷൻ? നമുക്ക് രണ്ട് കാര്യങ്ങളാണ്. WSS പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുക. കിട്ടിയില്ലെങ്കിലും WSS ആക്കി കൊടുക്കണം നമ്മൾ. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന രണ്ട് കണ്ടീഷനാണ്. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. സെക്കൻഡ് കണ്ടീഷനോ ഓട്ടോ കോറിലേഷൻ ആർ എക്സസ് ഓഫ് T1 T2 ഈക്വൽ ടു, അത് കണ്ടുപിടിക്കുമ്പോൾ കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് എഴുതണം? ഫംഗ്ഷൻ ഓഫ് T1 മൈനസ് T2ലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷനിലേക്ക് പോവാണ്. ഫസ്റ്റ് വൺ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി. എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് ടിയുടെ ഫോർമുല എഴുതുന്നു. അത് ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടിയുടെ ഫോർമുല? ഇന്റഗ്രൽ -∞ എക്സ് ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് തീറ്റ ഡി തീറ്റ ഈക്വൽ ടു, ഞാൻ പറഞ്ഞിരുന്നു -∞ ജനറൽ ആയിട്ട് പറഞ്ഞതാണ്. ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് തീറ്റയുടെ ലിമിറ്റ് എന്താണോ അത് അവിടെ കൊടുക്കുക. 0 to 2π. എക്സ് ഓഫ് ടി ക്വസ്റ്റ്യൻ എന്താണ്? എ കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ ഇൻറ്റു എഫ് ഓഫ് തീറ്റയുടെ അവിടെ എത്രയാ? 1/2π ഡി തീറ്റ. വിത്ത് റെസ്പെക്ട് തീറ്റയിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ടി തീറ്റയുടെ ടൈമിനാണ് ഇന്റഗ്രേറ്റ് ചെയ്യുക. ദെൻ a/2π കോൺസ്റ്റന്റ് ആണ്. a/2π മാറ്റി നിർത്തി ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാണ്. കോസിന്റെ ഇന്റഗ്രൽ എന്താ? സൈൻ. അതായത് സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ ബൈ തീറ്റയുടെ കോഎഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ 2θ ആണെങ്കിൽ /2 വരും. മനസ്സിലായോ? തീറ്റയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റയുടെ കോഎഫിഷ്യന്റ് അല്ലാണ്ട് ഒമേഗയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യേണ്ടത്. തീറ്റയുടെ ഫ്രണ്ടിലൂടെ ആരും തന്നെ ഇല്ല. അപ്പൊ /1 കേട്ടോ. ശരിക്കും 2θ എന്നായിരുന്നെങ്കിലോ /2 എന്നായിരുന്നു കേട്ടോ. അതിൽ ലിമിറ്റ് കൊടുക്കും. അങ്ങനെ /1 എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ക്ലിയർ? അപ്പൊ കോസിന്റെ ഇന്റഗ്രൽ സൈൻ എഴുതി. ഇനി ഇതിലെന്ത് ചെയ്യാണ്? നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുകയാണ്. അതായത് a/2π ഇൻറ്റു അപ്പർ ലിമിറ്റ് തീറ്റ കാണുന്നിടത്ത് 2π കൊടുക്കാം. അതായത് സൈൻ ഒമേഗ ടി പ്ലസ് 2π ഇത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് സൈൻ ഒമേഗ ടി പ്ലസ് 0. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് നമ്മൾ കൊടുത്തു. മുകളിൽ എഴുതാനിട്ട് ദെൻ ഇതിൽ എഴുതാണ്. നമുക്ക് ചെറിയൊരു കാര്യം പറഞ്ഞാണ്. ഒമേഗ ടി പ്ലസ് 2π ഞാൻ ആദ്യം 2π എഴുതാണ്. ഈക്വൽ ടു a/2π ഇൻറ്റു സൈൻ 2π പ്ലസ് ഒമേഗ ടി മൈനസ് സൈൻ ഒമേഗ ടി. ഓക്കെ, ഇനി ഞാൻ സ്റ്റാർട്ടിങ്ങിലെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ? നമ്മളെ ഓൾ സ്റ്റുഡൻസ് ടേക്ക് കെയർ, നമ്മളെ റൂളൊക്കെ പഠിക്കാൻ ഇങ്ങനെയൊക്കെ വരച്ചിട്ട് ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി എന്നൊക്കെ പറഞ്ഞേ അല്ലേ? 0 ഇവിടെ ഉണ്ട്, π ഇവിടെ ഉണ്ട്, π/2 ഉണ്ട്, π/2 π 3π/2 2π 2π വരുടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ റിസൾട്ട് പഠിപ്പിച്ചിരുന്നു. എന്താ റിസൾട്ട്? സൈൻ 2π പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് എഴുതണം? സൈൻ 2π പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ പൈ വരുമ്പോൾ സൈൻ എങ്ങോട്ട് തന്നെ പോകുന്നത്? സൈൻ തീറ്റയിലേക്ക് തന്നെ പോകുന്നത്. ഇനി 2π പ്ലസ് 2πനേക്കാൾ കൂടുതൽ വരുമ്പോൾ ഓൾ ആണ്, എല്ലാം പോസിറ്റീവാണ്. അവിടെ എന്ത് എഴുതണം? പ്ലസ് സൈൻ തീറ്റയാണ്. അതേപോലെ സൈൻ ഇത് ശരിക്കും മനസ്സിലായില്ലെങ്കിൽ ഇത് സ്റ്റാർട്ടിങ് ക്ലാസ്സിൽ ഫസ്റ്റ് റാൻഡം പ്രോസസ് തുടങ്ങിയപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, സൈൻ 2π പ്ലസ് തീറ്റ എന്താണ്? സൈൻ തീറ്റ എങ്ങനെയാ വന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇതവിടെ അപ്ലൈ ആണ്. a/2π ഇൻറ്റു സൈൻ 2π പ്ലസ് ഒമേഗ ടിക്ക് നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഒമേഗ ടി മൈനസ് അവിടെ സൈൻ ഒമേഗ ടി.
രണ്ടും ക്യാൻസൽ ചെയ്ത് ഈക്വൽ ടു എന്തായി 0. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടിയുടെ വാല്യൂ എന്ത് കിട്ടി നമുക്ക് കോൺസ്റ്റന്റ് എന്ന് കിട്ടി. ഒന്നാമത്തെ കണ്ടീഷൻ ഓക്കെ ക്ലിയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഫസ്റ്റ് കണ്ടീഷൻ ചെയ്തു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് പോവാണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ് ഓട്ടോ കോറിലേഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഓട്ടോ കോറിലേഷൻ. എനിക്ക് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. എന്താ ഓട്ടോ കോറിലേഷന്റെ ഫോർമുല അറിഞ്ഞിരിക്കണേ RXS ഓഫ് രണ്ടാമത്തെ കണ്ടീഷൻ ആയിട്ട് നമ്മൾ രണ്ടാണ് പ്രൂവ് ചെയ്യണേ RXS ഓഫ് T1 T2 ഓട്ടോ കോറിലേഷൻ കണ്ടുപിടിക്കുകയാണ്. എന്താ ഓട്ടോ കോറിലേഷന്റെ ഫോർമുല എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് T1 ഇൻറ്റു എക്സ് ഓഫ് T2. ചില ടെക്സ്റ്റ് ബുക്കിലെ ഇവിടെ എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എല്ലാം കണക്കിന് കേട്ടാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്താൽ മതി. ഞാൻ എളുപ്പം കൺഫ്യൂഷൻ ആവാതിരിക്കാൻ ഈ ടോയൊക്കെ വന്നിട്ട് കൺഫ്യൂഷൻ ആവും ടോയും ടിയും ഒക്കെ തമ്മിൽ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് T1 T2 നിൽക്കുന്നത്. നമുക്ക് അടുത്തൊരു സെക്ഷൻ ഉണ്ട് സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ട് ടോപ്പിക് ഉണ്ട്. അതിൽ ടോ തന്നെ എടുക്കണം. അപ്പോൾ അതിൽ വരുമ്പോൾ അത് എല്ലാം കൂടി കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് റാൻഡം പ്രോസസ്സിൻ്റെ മുഴുവൻ സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു T1 T2 പഠിക്കുന്നു. അടുത്ത സ്പെക്ട്രൽ ഡെൻസിറ്റി പറയുമ്പോൾ ടോയിൽ പഠിക്കുന്നു. അങ്ങനെ ഞാൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പഠിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എക്സ് ഓഫ് ടി ഉണ്ടായിരുന്നത് എ കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. അപ്പോൾ എക്സ് ഓഫ് T1 എന്ന് പറഞ്ഞാൽ എന്താ വരിക എ കോസ് ഒമേഗ T1 പ്ലസ് തീറ്റ ഇൻറ്റു എക്സ് ഓഫ് T2 എ കോസ് ഒമേഗ T2 പ്ലസ് തീറ്റ. എന്താണ് എ സ്ക്വയർ വരും, കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുത്തു. ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എത്ര വരിക കോസ് എ കോസ് ബി. ക്ലിയർ മനസ്സിലായി? എന്താ ചെയ്യുന്നത് നമ്മൾ കോസ് എ കോസ് ബിയുടെ ഫോർമുല ഏതാണ്? എന്താ ഫോർമുല ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുന്നുണ്ട്. കോസ് എ ഇൻറ്റു കോസ് ബി ഈക്വൽ ടു 1/2 ഇൻറ്റു കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി. ഞാൻ ബേസിക് ആയിട്ട് റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ഈ റിസൾട്ട് അവിടെ അപ്ലൈ ചെയ്യാണ്. 1/2 ഇൻറ്റു കോസ് എ എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനാണ്, ബി എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ കേട്ടോ. അപ്പോൾ ഒമേഗ T1 പ്ലസ് തീറ്റ എ പ്ലസ് ബി ഒമേഗ T2 പ്ലസ് തീറ്റ. മനസ്സിലായി? ഇത് ചെയ്ത് 1/2 ഇൻറ്റു കോസ് എ പ്ലസ് ബി ചെയ്തു പ്ലസ് കോസ് എ മൈനസ് ബി കോസ് ഒമേഗ T1 പ്ലസ് തീറ്റ. അത് ബ്രാക്കറ്റ് ഇട്ട് മൈനസ് ആയതുകൊണ്ട് മൈനസ് ഒമേഗ T2 പ്ലസ് തീറ്റ. 1/2 ഞാൻ വെളിയിൽ എടുക്കണം. ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് കോസ് ബ്രാക്കറ്റ് ഒമേഗ T1 ഒമേഗ T2. അപ്പോൾ ഒമേഗ T1 പ്ലസ് ഒമേഗ T2 തീറ്റ പ്ലസ് തീറ്റ 2 തീറ്റ. ഇത് ഫസ്റ്റ് ടേം. ഓക്കെ പ്ലസ് അടുത്തതോ കോസ് ഒമേഗ T1 പ്ലസ് തീറ്റ മൈനസ് അതിലേക്ക് കൊടുക്കുകയാണ് ഒമേഗ T2 മൈനസ് തീറ്റ എന്ന് വരും കേട്ടോ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് തീറ്റയും മൈനസ് തീറ്റയും ക്യാൻസൽ ചെയ്തു. ബാക്കി ഈ ഇ ഓഫ് സെപ്പറേറ്റ് കൊടുക്കുകയാണ്. ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഇ ഓഫ് കോസ് ഒമേഗ T1 പ്ലസ് ഒമേഗ T2 പ്ലസ് 2 തീറ്റ. അതൊരു ടേം പ്ലസ് ഇ ഓഫ് ഇതന്നെ വരും അല്ലേ കോസ് ഒമേഗ T1 മൈനസ് ഒമേഗ T2. ഓക്കെ ഇത് ഇക്വേഷൻ നമ്പർ 1. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാം. ഞാൻ പക്ഷേ ചെറുതാക്കാൻ പോവാണ്. ഇത് സെപ്പറേറ്റ് ചെയ്യണേ. ഒരു സ്റ്റെപ്പ് കൂടി കൊടുത്തിട്ട് ഇക്വേഷൻ കൊടുത്താൽ മതി. ഈ എ സ്ക്വയർ ബൈ 2 കൂടെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഇ ഓഫ് കോസ് ഒമേഗ T1 പ്ലസ് ഒമേഗ T2 പ്ലസ് 2 തീറ്റ. അതിട്ട് ഓക്കെ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഇ ഓഫ് ഇതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം കോൺസ്റ്റൻ്റാണ്. അപ്പോൾ അതിൽ എന്ത് കൊടുത്താൽ മതി ഇ ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ തീറ്റ വരുമ്പോൾ മാത്രമേ ഇൻ്റഗ്രേഷൻ ആവശ്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇ ഓഫ് എന്താ വരിക കോസ് ഒമേഗ T1 പ്ലസ് കോസ് ഒമേഗ T2. ഇതിൻ്റെ ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് ഏകദേശം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കുക, ഈ വാല്യൂ മാത്രം നമ്മൾ കണ്ടുപിടിക്കണം എക്സ്പെക്ടേഷൻ. നമുക്ക് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഇത് പ്രൂവ് ദാറ്റ് WSS ആണ്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഓഫ് T1 - T2 ആയി. അപ്പോൾ ഈ ഒരു ടേമിനെ 0 ആക്കുകയായിരിക്കും മിക്കതും ചെയ്യാം. ഇത് കണ്ടുപിടിക്കുമ്പോൾ ആൻസർ എന്തായിരിക്കും? 0 കിട്ടും. അപ്പോൾ എന്തായി? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് T1 - T2 ആവൂട്ടാ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് 0 എഴുതിച്ചാൽ മതി. എങ്കിലും നമ്മൾ സെപ്പറേറ്റ് കാണാൻ പോവാണേ. ഓക്കെ, ഇത് ചെയ്യാൻ മനസ്സിലായിരിക്കുന്നു. കുറച്ച് ലെങ്ത് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കാനും മടിക്കുന്നത്. കാരണം ഓൺലൈനായിട്ട് പഠിപ്പിക്കുമ്പോഴേ എത്രമാത്രം അത് തലയിൽ കയറ്റാൻ പറ്റുന്നൊരു പിടുത്തമില്ല. അടുത്തിരുന്നിട്ട് ഇങ്ങനെ എഴുതിപ്പിച്ച് പഠിപ്പിക്കേണ്ട ടോപ്പിക്കാണ്. അതുകൊണ്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ശരിക്കും പറഞ്ഞു. ഇതൊക്കെ പഠിപ്പിച്ച് നിങ്ങൾക്ക് തലയിൽ കയറ്റി തരാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് സാറ് കോളേജ് പഠിപ്പിച്ചെന്നൊക്കെ പറയുന്നു. എനിക്കത് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാൻ കുറച്ച് മടിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് വേറെ രക്ഷയൊന്നും ഇല്ലാത്ത. കാരണം ട്യൂഷന് വരാനേ പറ്റില്ലല്ലോ. ആ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സോ നമ്മളെന്ത് ചെയ്യാണ്? എക്സ്പെക്ടേഷൻ ഇത് കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കൺസിഡർ എക്സ്പെക്ടേഷൻ ഓഫ് കോസ് ωt1 + ωt2 + 2θ. ഇത് കാണും ഈക്വൽ ടു, നമ്മുടെ റൂള് പ്രകാരം എന്താ? എക്സ്പെക്ടേഷൻ്റെ ഉള്ളിൽ എന്ത് വന്നാലും ഇന്റഗ്രൽ അതേ ഇൻറ്റു f(θ)dθ. ഓക്കെ, അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? ഇന്റഗ്രൽ കോസ് ωt1 + ωt2 + 2θ ഇൻറ്റു f(θ)dθ. ഇന്റഗ്രൽ നമ്മൾ നേരത്തെ പോലെ f(θ)യുടെ ലിമിറ്റ് 0 to 2π കൊടുത്തു. കോസ് ωt1 + ωt2 + 2θ ഇൻറ്റു f(θ)യുടെ വാല്യൂ എത്ര? 1/2π dθ. ഓക്കെ, നേരത്തെ പോലെ 1/2π വെളിയിലെടുത്തു. കോസിന്റെ ഇന്റഗ്രല് sin ωt1 + ωt2 + 2θ/2 എന്ന് വരും കേട്ടോ. ലിമിറ്റ് 0 to 2π. ഓക്കെ, കാരണം ബൈ 2 എന്നുകൊണ്ട് മനസ്സിലായല്ലോ, തീറ്റയുടെ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് കേട്ടോ. ഈക്വൽ ടു ഇതിന്റെ ഫ്രണ്ടിൽ a²/2 ഉണ്ടാവും കേട്ടോ. വിട്ടുപോയി a²/2 ഇതിന്റെ ഫ്രണ്ടിൽ a²/2 വരെ ആൻസർ a²/4π 4 അല്ലേ 2 to 8 വരെ 8π ലിമിറ്റ് കൊടുക്കാണ്. sin ωt1 + ωt2 + 2θ 2 into 4π വരും കേട്ടോ. ഓക്കെ, മൈനസ് sin ωt1 + ωt2 + 0. ഓക്കെ, ദെൻ അതുപോലെ എക്സ്പാൻഡ് ചെയ്യാം. ഈക്വൽ ടു a²/8π. അതുപോലെ നോക്കുമ്പോൾ sin 4π + θ എന്ന് വരിക. sin 2πയുടെ പോലെ തന്നെ 4π വരുമ്പോൾ അത് തന്നെയാണ് വരിക, sin θ എന്ന് വരും കേട്ടോ. sin 4π + θയുടെ വാല്യൂ എത്രയാണ്? sin θ മൈനസ് അത് തന്നെ വരും sin ωt1 + ωt2. അത് രണ്ട് വെട്ടി കളഞ്ഞു. ഈക്വൽ ടു 0. സോ ഇത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 നമ്മൾ എന്ത് ചെയ്യണത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുക, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന എങ്ങനെയായിരുന്നു? RHS of T1 T2 equal to 0 plus a²/2. ഇക്വേഷൻ 1 അവിടെ ഇവിടെ 0 ആയി പോവേ. a²/2 ഇൻറ്റു നമ്മൾ എന്തായിരുന്നു ഉണ്ടാകുന്നത്? കോസ് അല്ലേ, കോസ് ωt1 - ωt2 എന്നാണ് കിട്ടുന്നത്. ഈക്വൽ ടു a²/2 ഇൻറ്റു കോസ് ഒമേഗനെ വെളിയിലെടുക്കുമ്പോൾ T1 - T2 ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് T1 - T2 എന്ന് കിട്ടുക. T1 - T2ന്റെ ഫംഗ്ഷനാണ്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ RHS ഓഫ് T1 T2ന്റെ വാല്യൂ ഫംഗ്ഷൻ ഓഫ് T1 - T2 ആണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും എന്താണ് സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ WSS ആണ് പ്രൂവ് ചെയ്തു കേട്ടോ. ഇനി ടെക്സ്റ്റ് ബുക്കിലെ
എൻ്റെ കയ്യിൽ ടെസ്റ്റ് സുഖമല്ല. എന്തായാലും അണ്ണാ യൂണിവേഴ്സിറ്റിക്കാർ അവർക്കുള്ള ടോപ്പിക്കാണ്. അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് ബോർഡിൽ ചെയ്യാൻ കുറച്ച് ലെങ്ത് ഉണ്ട്. ജസ്റ്റ് അതിൻ്റെ സ്റ്റാർട്ടിങ് പറയണം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ അണ്ണാ യൂണിവേഴ്സിറ്റി എപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരൊന്ന് നോക്കുക കേട്ടോ. എക്സ് ഓഫ് ടി ഈക്വൽ ടു എൻ ഈക്വൽ ടു ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവേ AT raised to n minus 1 by 1 plus AT raised to n plus 1 comma n equal to 1 2 3 etc equal to ഇങ്ങനെ സെറ്റ് പോലെ കേട്ടോ AT by 1 plus AT comma n equal to 0. Prove that x of t is not stationary എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. Prove that x of t is not stationary. സ്റ്റേഷനറി അല്ല, അല്ലെങ്കിൽ ഇവല്യൂഷണറി എന്ന് വിളിക്കും കേട്ടോ. എവല്യൂഷണറി എന്ന് വിളിക്കും. Prove that it is evolutionary എന്ന് പറയും. എവല്യൂഷണറി എന്ന് പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ നോട്ട് സ്റ്റേഷനറി എന്ന് പ്രൂവ് ചെയ്യുക കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ അണ്ണാ യൂണിവേഴ്സിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. KTUവിന് ഞാൻ അധികം പിള്ളേരെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് KTUവിന് വരുന്നുണ്ടോയെന്നൊന്നും ഞാൻ ജസ്റ്റ് നോക്കിയിട്ടൊന്നുമില്ല. എങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടുമെങ്കിൽ ഒന്ന് നോക്കുക. ഓക്കെ, ഇതിൻ്റെ ആൻസർ കിട്ടുമോ ഇല്ലേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ടെസ്റ്റ് ഉണ്ട്, ചെയ്യുന്നത്രേ ഉള്ളൂ. ഇവിടെ RHS of t നമ്മൾ രണ്ട് കണ്ടീഷൻ അല്ലേ, സ്റ്റേഷനറി എന്ന് പ്രൂവ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇത് സ്റ്റേഷനറി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, WSS എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് നോട്ട് സ്റ്റേഷനറി എന്നാണ്. ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ ഒന്നും ഒരു പറഞ്ഞിട്ടില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഫസ്റ്റ് ഓർഡറിൻ്റെയാണ് ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതായത് എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് ടി കാണുന്നു, അത് കോൺസ്റ്റന്റ് ആണെന്ന് കിട്ടും. പിന്നെ വേരിയൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടി കാണുന്നു, അത് കോൺസ്റ്റന്റ് അല്ല, ഒരു വേരിയബിൾ ടി എന്നുള്ളൊരു ആൻസർ കിട്ടും. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് കോൺസ്റ്റന്റ്, therefore it is not stationary എന്ന് പറയാനേ. കുറച്ച് ലെങ്ത് ഉണ്ട്, ബോർഡിൽ പഠിപ്പിക്കാൻ കുറേയൊക്കെ വരയ്ക്കാനൊക്കെ ഉണ്ട്, അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, കിട്ടിയില്ലെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ടിന് ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.